ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. നമ്മുടെ മണിക്കുട്ടൻ്റെ മൂക്ക് കുത്തി അതിൻ്റെയൊക്കെ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതിനൊന്നും സാധിച്ചില്ല. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാണിക്കുട്ടി എങ്ങനെയാണെന്നറിയില്ല, രോഗലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, യാതൊരു അസുഖങ്ങളും ഇല്ലായിരുന്നു. പെട്ടെന്ന് പശു ചത്തുപോയി. അതുകൊണ്ട് എനിക്ക് അതെല്ലാവരോടും പറയാനും ഒക്കെ ഒരു മടിയായിരുന്നു. പിന്നെ ഒത്തിരി പേരെന്നെ ഫോൺ വിളിക്കുകയും നമ്മുടെ അടുത്തുള്ളവരൊക്കെ തന്നെ ഫോൺ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ചിലരൊന്നും വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. എനിക്കതൊന്നും പറയാനായിട്ട് തിരിച്ചൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ഇന്നായിട്ട് പോലും എനിക്ക് അതിൻ്റെ ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല എന്ന് വേണേൽ പറയാം. 5-5.5 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പശുവാണ്. തീരെ കുഞ്ഞായിരുന്നപ്പോൾ തുടങ്ങി വന്നിട്ട് 6 മാസമായപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അന്ന് തൊട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഞാനതിനെ വളർത്തിയെടുത്തത് എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ സ്വന്തം കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന പോലെ തന്നെ വളർത്തിയെടുത്ത. പിള്ളേർ പറയുകയും ചെയ്യുമായിരുന്നു, അമ്മയ്ക്ക് ഞങ്ങളെക്കാളും ഇഷ്ടം അവളെയാണ്, അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്നൊരു രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് അത് ചത്തുപോകുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇന്ന് രാവിലെയും മെസ്സേജ് കണ്ടു, പുതിയ വീഡിയോ ഒന്നും പശുവിൻ്റെ ഇടാത്ത എന്താണെന്നും ചോദിച്ചുകൊണ്ട്. അപ്പം ഏതായാലും എല്ലാവരോടും പറയണമല്ലോ, എന്നാലൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും കൂട്ടിൽ ഞാൻ പശുവിനെ കൊണ്ടൊക്കെ കെട്ടുമ്പം ഭയങ്കര തുള്ളിച്ചാടിയൊക്കെ കയറിപ്പോയത്. ഒരു കച്ചിക്കെട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ കച്ചിക്കെട്ടിൻ്റെ മേളിലെല്ലാം കയറി തുള്ളിച്ചാടി അത് കുത്തി മറിച്ചിട്ടിട്ട് ഒക്കെ കയറിപ്പോൾ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു, എന്നതാ കാണിക്കുന്നത്, കയറിപ്പോ കൂട്ടിനകത്ത് കയറ് എന്ന് പറഞ്ഞ് ഞാൻ കയറ്റി കറവയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് കച്ചിയൊക്കെ കൊടുത്ത് നിർത്തിവെച്ച് പോയതാണ്. കച്ചി എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച കച്ചിയായിരുന്നു. രാവിലെ വരെ കൊടുക്കാനുണ്ടായിരുന്ന പഴയ കച്ചിയായിരുന്നു. പക്ഷേ ഈ പുത്തൻ കച്ചി കെട്ടുപൊട്ടിച്ച് അന്നേരമായിരുന്നു. ഒരു 5:45-6 മണി ആയപ്പോഴത്തേക്കും ഞാൻ കെട്ടുപൊട്ടിച്ച് കച്ചി ഇട്ട് കൊടുത്ത് വെള്ളവും കൊടുത്തേച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചേച്ചിട്ട് ഞാൻ കയറി കുളിക്കാനായിട്ട് പോയി. തൈരൊക്കെ കെട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് കെട്ടാം എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ വെച്ചേച്ചങ്ങ് പോയി. ഒരു 7:30 ആയി കാണും. അത്രയും നേരം ഞാൻ കാപ്പി കുടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്നേച്ചിട്ട് ഇനി കുളിക്കാമെന്ന് വിചാരിച്ചാണ് കുറച്ച് നേരം അങ്ങനെ സമയം പോയായിരുന്നു. ഒരു 7:30 ആയപ്പോൾ ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനിപ്പം മൂരിക്കിടാവിനെ കിട്ടുന്ന ഇവിടെ പറമ്പിലായിട്ടാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തൊഴുത്തൊക്കെ അടിച്ച് കഴുകണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം. അപ്പം അവനെ വെളിയിൽ നിർത്തുവാണെങ്കിൽ അത്രയും ചാണകം കൂടിനകത്ത് കുറച്ചേ ഉണ്ടാവുള്ളല്ലോ എന്ന് ഓർത്തിട്ടാണ് അവനെ കൂട്ടിക്കയറ്റി കെട്ടാതിരുന്നത്. അപ്പം ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ആരോ കൊല്ലാൻ വരുമോ, കിടാവിനെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കിടാവിനെ ആരോ കൊല്ലാൻ വന്നതാണെന്നുള്ള ഉദ്ദേശത്തിൽ ഭയങ്കര സൗണ്ടിൽ ഇത് കാറുന്നുണ്ട്. അത് കിടാവാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അപ്പം 1-2 കരഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുളിമുറിയിൽ നിന്ന് കൊച്ചിനോട് വിളിച്ച് പറഞ്ഞു, മുത്തശ്ശനോടൊന്ന് പോയി പറ, കിടാവ് അവിടെ കിടന്ന് കരയുന്നുണ്ട്, എന്താണെന്ന് ഒന്ന് പറയാൻ പറഞ്ഞു, ലൈറ്റിട്ടൊന്ന് നോക്കാൻ പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് പിന്നെയും കാറിക്കൊണ്ടിരിക്കും. ഒരു 5-6 തവണ കാറിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു മുത്തശ്ശനെയും കൂട്ടിയിട്ട് തൊഴുത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ മൂരിയെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് പോരുമ്പോഴത്തേക്കിന് ഈ പശുവാണ് കിടന്നുകൊണ്ട് ഈ കാറിയത്. അത് പശുവാണെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കുളിച്ചില്ലെന്ന് വരുത്തി കുറേ വെള്ളമെല്ലാം മേത്തോട്ട് കോരി ഒഴിച്ച് ഡ്രസ്സും എടുത്ത് ഇട്ട് മുടിയൊന്നും തോർത്തിയില്ല, മുടിയിലൊക്കെ ചുമ്മാ തോർത്തങ്ങ് ചുറ്റിക്കെട്ടി വെച്ച് ഞാൻ ഇറങ്ങി ലൈറ്റും കൊണ്ട് ഓടി ചെന്നപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, പശുവിന് ഗ്യാസ് കയറിയതാണ്, പശുവാണ് കിടന്ന് കരഞ്ഞതെന്ന്. അപ്പം ഞാൻ ഓടി ചെല്ലുമ്പം ഈ പശു നിലത്തിങ്ങനെ കിടക്കുക. അതായത് നമ്മുടെ തൊഴുത്തിൽ കെട്ടിയേക്കുന്ന ആ രീതിയിൽ തന്നെ ക്രോസായിട്ട് കിടക്കുക. എന്നിട്ട് അനക്കമില്ല, കണ്ണെല്ലാം തുറന്നിരിപ്പുണ്ട്, വായ അടഞ്ഞു തന്നെ ഇരിക്കുന്നത്, ചെവിക്കൊന്നും ഒരു കുഴപ്പമില്ല, വയറ് നന്നായിട്ട് വീറിയിട്ടുണ്ട്, നല്ലപോലെ വീർത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ തട്ടി വിളിക്കുന്നുണ്ട്, എന്നാ പറ്റിയടി ഏക്കടി എന്നും പറഞ്ഞ് കുറേ വെള്ളമൊക്കെ എടുത്ത് മുഖത്തൊഴിച്ചു, കണ്ണിലൊഴിച്ചു. എന്നിട്ടൊന്നും കണ്ണ് അനങ്ങുന്ന പോലുമില്ല, കൺപീലി ഒന്നും ചലിക്കുന്ന പോലുമില്ല. വയറിലൊക്കെ കൊട്ടി നോക്കുമ്പോൾ നല്ല
നല്ലപോലെ ഡ്രമ്മിനൊക്കെ തട്ടുന്ന പോലെ നല്ല സൗണ്ടും. അപ്പം ഞാൻ ഓർത്തു ഇതിനെന്ത് പറ്റി. ഞാൻ എന്നിട്ട് ഈ നമ്മൾ ചങ്കയിലൊക്കെ തട്ടി നോക്കുമല്ലോ, മനുഷ്യർക്കാണേലും അങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ പോലെ ശക്തിയായിട്ട് നെഞ്ചത്തൊക്കെ ഇടിച്ചൊക്കെ നോക്കി. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഇടിച്ചാലൊന്നും പശുവിനൊന്നും ഒന്നും ആകുകയില്ല. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. ഞാൻ കുറേ വിളിച്ച് നോക്കി, തല പൊക്കി നോക്കി, എന്നിട്ടൊന്നും ഒരനക്കവും ഇല്ല. അപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് വന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു അത് പോയി, അതിനെ ഇനി വിളിക്കേണ്ട, അത് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ തൊഴുത്തിൽ നിന്ന് പോന്നു. പിറ്റേ ദിവസം ആവട്ടെ, ഡോക്ടറെ ഒന്നും വിളിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഡോക്ടറെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. കാരണം എന്നാ ചോദിച്ചാൽ വയറൊക്കെ ശ്വാസം എടുക്കുന്ന ഒരു പശുവാണെങ്കിൽ എൻ്റെ വയറ് താഴുകയും പൊങ്ങുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് വയറൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശ്വാസം എടുക്കുന്നില്ല. മൂക്കിലും വിരൽ വെച്ച് നോക്കിയപ്പം മൂക്കിൽ നിന്നും ശ്വാസം എടുക്കുന്നില്ല. ഹാർട്ട് ബീറ്റ് ഇല്ല. വയറ് പൊങ്ങുകയും താഴുകയൊന്നും ചെയ്യുന്നില്ല. അതായത് ശ്വാസം എടുക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. ബോധം കെട്ട് പോയതല്ല, ഫുള്ളായിട്ട് പശു ചത്തുപോയത് തന്നെയായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നാളെ ആവട്ടെ, അവിടെ കിടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളിങ്ങ് പോന്നു. പിറ്റേ ദിവസമായപ്പം രാവിലെ JCB വിളിച്ചു. JCB വന്നു. പിന്നെ ഹസ്ബൻഡും കൂട്ടുകാരനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ തൊഴുത്തിൽ നിന്നും എങ്ങനെയൊക്കെ ഇറക്കി കയറ് കെട്ടി JCBക്ക് വലിച്ചിറക്കുകയെന്നാണ് ചെയ്തത്. ഞാൻ അങ്ങോട്ട് പോയേ ഇല്ല, എന്താണെന്ന് നോക്കാനും പോയില്ല, ഒന്നും പോയില്ല. എന്നിട്ട് അവർ തൊഴുത്തിന് പുറകിൽ തന്നെ കുഴിയെടുത്ത് അതിനകത്തേക്ക് ഇട്ട് മൂടിക്കളഞ്ഞു. അപ്പോൾ പറഞ്ഞത് അതിൻ്റെ വയറ്റിൽ നിന്നും ചോര ഒരുപാട് പോയി കിടപ്പുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതിന് ശേഷം ഞാനിത് എൻ്റെ കുറേ കർഷക സുഹൃത്തുക്കളൊക്കെ ഉള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഞാനിത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പശുവിന് ഗ്യാസ് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നേരം ആയി കഴിയുമ്പോഴത്തേക്ക്, ഒരുപാട് നേരമൊന്നും ആയില്ല, ഞാൻ 1.5 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. 1.5 മണിക്കൂറേ പശുവിനെ കാണാതിരുന്നുള്ളൂ. പിന്നീട് ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ്, കാർച്ച കേൾക്കുമ്പോഴാണ് ചെന്ന് നോക്കുന്നത്. ഇന്നേരമാണ് അനക്കമില്ലാതെ ചത്തായിട്ട് കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ഗ്യാസ് കയറിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, 3-4 തവണ കാറാനേ അതിന് പറ്റുള്ളൂ. അത് കഴിയുമ്പം കാലിട്ട് നിലത്തടിച്ച് അപ്പം തന്നെ ചത്തുപോകും. അങ്ങനെയാണ് ഏറ്റവും സിവിയറായിട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോകാനുള്ളത് പോയി. ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. യാതൊരു അസുഖ ലക്ഷണങ്ങളൊന്നും പകലൊന്നും കാണിച്ചിട്ടില്ല. വെള്ളം കൊടുത്താൽ മുഴുവൻ കുടിച്ചു, തീറ്റ കൊടുത്താൽ മുഴുവൻ തിന്നു. എന്നാൽ എന്നും കൊടുക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പുതിയതായിട്ട് പ്രത്യേകിച്ച് യാതൊരു തീറ്റയും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ പരിചയമില്ലാത്തൊരു തീറ്റ കൊടുത്തു എന്ന് പറയുന്നത് പുതിയ കച്ചി മാത്രമാണ്. ആ കച്ചി മാത്രമേ നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും എന്നും കൊടുക്കുന്ന അതേ ഫുഡുകൾ തന്നെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കച്ചി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി പോത വെട്ടിയിട്ട് കൊടുത്തായിരുന്നു. കുറച്ച് പോത ഉണ്ടായിരുന്നു, അത് നമ്മൾ രാവിലെ ഇട്ട് കൊടുത്തു. അതും തിന്നായിരുന്നു. അങ്ങനെ തീറ്റമടുപ്പൊന്നും കാണിച്ചില്ല. പക്ഷേ ഒരു അസുഖ ലക്ഷണവും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ഡോക്ടറെ വിളിക്കുകയോ അതിനൊരു ചികിത്സ എടുക്കാനോ ഒന്നിനും സാധിച്ചില്ല. നേരത്തെ അതൊരു പകലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായതെങ്കിൽ, എന്തെങ്കിലും വീഴുവോ എന്തെങ്കിലും തീറ്റമടുപ്പ് കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ഡോക്ടറെ വിളിച്ച് കാണിക്കാനുള്ള സമയം ഉണ്ടായേനെ. പക്ഷേ ഇതെല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം നടന്നുപോയി. ഇതാണ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പുതിയ കച്ചി. കുറച്ച് കച്ചി നമ്മളെടുത്തു. ചിലർ പറയുന്ന പുതിയ കച്ചി കൊടുക്കുമ്പം പണി കിട്ടാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും പൂപ്പൽ ബാധയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പശുവിന് കൊടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ അലർജി കൊണ്ട് മരണം ഉണ്ടാകാം എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടു. പിന്നെ ചിലർ പറഞ്ഞ് ഗ്യാസിൻ്റെ ആയിരിക്കാം എന്നൊക്കെയാണ്. ചിലർ പറഞ്ഞു അറ്റാക്കിൻ്റെ ആയിരിക്കും. പശുവിന് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ സമയത്ത് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കേട്ടു. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും പറയാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഈ തൊഴുത്തിനകത്ത് മുഴുവൻ കിടക്കുന്നത് ചാരം കേട്ടോ. അവളുടെ വയറ്റിൽ നിന്ന് ഒരുപാട് ചോര പോയായിരുന്നു. അന്ന് ചത്തയൊന്നും പോയിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും തൊഴുത്തിൽ ഒരുപാട് ചോര കിടപ്പുണ്ടായിരുന്നു. അവിടെ എല്ലാം ചാരം കൊണ്ടിട്ടതാണ്. പിന്നെ നമ്മുടെ കണ്ടില്ലേ ആ ഭിത്തി കുറച്ച് പൊളിഞ്ഞിരിക്കുന്നത്, അത് കാലിട്ടിട്ട് അടിച്ചപ്പം അവിടുത്തെ സിമെൻറ്റ് കുറേ ഇളകിപ്പോയതാണ്. പിന്നെ മാറ്റൊക്കെ ആണേലും ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് ആ മരണവെപ്രാളത്തിൽ കാലിട്ട് അടിച്ചപ്പം കണ്ടൊക്കെ അങ്ങനെ വന്നതാണ്. പിന്നെ അവളുടെ കഴുത്തേന്ന് ഊരിയ കയറായി കിടക്കുന്നത്. പിന്നെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ചെയിനൊന്നും ഊരിയെടുത്തില്ല. അതൊക്കെ അവൾക്ക് തന്നെ അങ്ങ് കൊടുത്തു വിട്ടു. ഇതവളുടെ കയറ്. നമുക്ക് നമ്മുടെ മണിക്കുട്ടനെ കാണാവേ. ഇവിടെ മുഴുവൻ ജാതിയാണ്. അതിനിടയിലെ ഇവനെ കൊണ്ട് കെട്ടിയേക്കുന്നത്. ഇപ്പോൾ രാത്രിയിലും അവനെ ഇവിടെ തന്നെയാണ് കെട്ടിയിടുന്നത്.
നല്ല വേനലൊക്കെ അല്ലേ, അതുകൊണ്ട് കൂട്ടിലോട്ട് കെട്ടാറില്ലായിരുന്നു. ഒരാഴ്ചയായി അവന് മൂക്ക് കുത്തിയിട്ട്. മൂക്കൊക്കെ പയ്യെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് വെള്ളമൊക്കെ കൊടുത്ത് നിർത്തിയേക്കുക. അവനറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവൻ്റെ അമ്മ പോയ കാര്യം. പാത്രത്തിൽ പഴത്തൊലിയൊക്കെ കിടപ്പുണ്ട്. കുറേ കരിയിലയൊക്കെ വാരിയിട്ടിട്ടുണ്ട്. വെള്ളമെല്ലാം കുടിച്ചു. അതിന് ശേഷം ഇട്ടതാന്ന് തോന്നുന്നതല്ല. ഇപ്പോൾ പറമ്പിലൊന്നും തീറ്റയില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് കെട്ടിയച്ചിട്ട് കച്ചിയൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഇറക്കി കെട്ടും, മാറ്റി കെട്ടാറുണ്ട്. മാറ്റി കെട്ടിയാലും ഇപ്പോൾ പറമ്പിലൊന്നും തീറ്റയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കും. എന്നെയാണേലും ഒന്ന് മാറ്റി കെട്ടണം. എൻ്റെ മൂക്ക് കുത്തിയപ്പം അവൻ ഒരു കുഴപ്പമില്ലാതെ നിന്ന് തന്നു കേട്ടോ. ഇതുപോലെ മൂക്കൊക്കെ കുത്തുന്ന വീഡിയോയും മൂക്ക് കുത്തിയതിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഈ നമ്മളെ ഇതുണ്ടായത്. പിന്നെ നമ്മൾ ഈ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തു. അവരോട് എന്ത് പറയുമെന്ന് ഓർത്തിട്ട് ഞാൻ ഫോൺ എടുക്കാനേ പോയില്ല. ചിലരൊക്കെ വിളിച്ചപ്പം, ഒരുപാട് തവണ വിളിച്ചപ്പം ഫോൺ എടുക്കേണ്ടതായിട്ട് വന്നു. അവരെല്ലാം ഇങ്ങോട്ട് കരയുക. വിദ്യ എങ്ങനെയാണ് സഹിക്കുന്നത്, വിദ്യ എത്ര കാലമായിട്ട് കൊണ്ട് നടന്ന, കുഞ്ഞിലേ കൊണ്ടുവന്നിട്ട് കൊണ്ട് നടന്നല്ലേ എങ്ങനെയാണ് സഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവരിങ്ങോട്ട് കരയുക. അവരിത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഷോക്കായിപ്പോയി. എങ്ങനെ സഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് നമ്മളോട് പറയുമ്പോൾ നമുക്ക് വീണ്ടും വിഷമാവുക. പിന്നെ നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വീട്ടിൽ വന്നു. അവരൊക്കെ ആശ്വസിപ്പിച്ചു. സാരമില്ല പോട്ടെ, എന്നാ ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പോയത് പോയി എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എനിക്കാണെങ്കിൽ ഈ പ്രഷറൊക്കെ താന്നു പോകുന്ന ഒരു അസുഖമുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി വിഷമിക്കുമ്പം നമുക്ക് പ്രഷറൊക്കെ ഒരുപാട് താന്നു പോയാൽ അത് പിന്നെ പ്രശ്നങ്ങളാവുകയല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ അവർ സമാധാനിപ്പിച്ചേച്ച് പോയി. അടുത്ത ദിവസം ഞങ്ങൾ ടൂർ പോകാനിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അയൽക്കൂട്ടം കൂടിയപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ പൊക്കോ, എനിക്ക് പശുവിനെ കറക്കാനുണ്ട്, അല്ലെങ്കിൽ പശുവിൻ്റെ കറവ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമായിരുന്നു. എനിക്ക് മാത്രമേ ഗ്രൂപ്പിൽ പശുവുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവർ അവരൊക്കെ കൊടുത്ത്, അവർക്കൊക്കെ പ്രായമായതുകൊണ്ടും വയ്യാത്തതുകൊണ്ടും ഒക്കെ പശുവിനെ കൊടുത്തവരൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പശുവിനെ കറക്കേണ്ടതുകൊണ്ട് ഞാൻ വരുന്നില്ല, രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും കറക്കണം. അപ്പം എന്നാ ചെയ്യും, ആരെയും കറക്കാനൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ കിട്ടുവാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു, അതിന് കുഴപ്പമില്ല വിദ്യ, നമുക്കൊരു ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ആ ചേട്ടനോട് പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോകാം, എന്നേലും കൊടുത്താൽ മതിയല്ലോ, പൈസ എന്നേലും കൊടുത്താൽ മതിയല്ലോ, അതുകൊണ്ട് വിദ്യ അത് ഓർത്തിപ്പിക്കുകയൊന്നും വേണ്ട, നമുക്ക് ചേട്ടനോട് ചോദിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ മാർച്ച് 2 ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ടൂർ പോകാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. എന്നാലും ഞാൻ പറഞ്ഞു, എന്നാൽ അന്ന് ആ ചേട്ടനോട് ചോദിച്ചു നോക്ക്, വന്ന് കറന്ന് തരുമെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അത് ഞായറാഴ്ച ആയിരുന്നു അതിൻ്റെ ഡിസ്കഷനൊക്കെ ഞങ്ങൾ നടത്തിയത്. തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കുമാണ് പശുവിനിങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് ചേച്ചിമാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പശുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, എന്നിട്ട് കറവയ്ക്ക് വരെ ആളെ ആക്കാൻ വരെ ഇരുന്നിട്ട് പശുവിനിങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുകയും ഒത്തിരി പേര് വരികയും ഒക്കെ ചെയ്തു. എന്നാലും നമുക്ക് നഷ്ടപ്പെടാൻ ആളെ നഷ്ടപ്പെട്ടു. അതിൻ്റെ നമുക്ക് നഷ്ടപ്പെടാൻ ആളെ നഷ്ടപ്പെട്ടു. അതിൻ്റെ വേദന ഒരിക്കലും മാറത്തുമില്ല. ഇവിടെ കേട്ടോ നമ്മുടെ പശുവിനെ കുഴിച്ചിട്ടത്. ഇത്രയും സ്ഥലത്തുനിന്ന് മണ്ണൊക്കെ എടുത്ത് നമ്മുടെ തൊഴുത്തിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് കുഴിച്ചിട്ടേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പട്ടിയൊന്നും മാന്താതിരിക്കാനായിട്ടൊരു കല്ലും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ തൊഴുത്തിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ്. ഞാനിവിടെ JCB വന്നപ്പോൾ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനിങ്ങോട്ട് വന്നത് പോലുമില്ല. ഇനി എടുത്ത് കുഴിച്ചിരുന്നൊന്നും കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചിനെ ഇങ്ങോട്ട് വിട്ടില്ല, ഞാനും വന്നില്ല. അപ്പോൾ എല്ലാവരും പശുക്കളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തീറ്റ മടുപ്പോ വെള്ളം കുടിക്കാനുള്ള മടിയോ ചാണകം പോകാതിരിക്കുകയോ മൂത്രം പോകാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് പശുവിനെ ഒന്ന് നിരീക്ഷിക്കുക. എൻ്റെ പശുവിന് അങ്ങനെ യാതൊരു ലക്ഷണങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. തീറ്റ മടുപ്പില്ലായിരുന്നു, വെള്ളം കുടിക്കാൻ മടിയില്ലായിരുന്നു, ചാണകം ഇടുന്നുണ്ട്, മൂത്രം ഒഴിക്കുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്തോ പെട്ടെന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടാണ് അതിന് ഗ്യാസ് കിട്ടിയത്.
നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ വിളിച്ച് അതിനെന്തെങ്കിലും ഇഞ്ചക്ഷൻ എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു. ഇത് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും ഗ്യാസ് വയറ്റിലിങ്ങനെ കൊട്ടി നോക്കുമ്പോൾ ഒരു വശം വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വശം എന്ന് വെച്ചാൽ ഇടതുവശമാണ് വീർത്ത് വരുന്നത്, അവിടെ ഇങ്ങനെ കൊട്ടി നോക്കുമ്പോഴത്തേക്കും ഈ ഡം 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 എന്ന് വെച്ചാൽ കേൾക്കും. ഈ മറ്റേ ഡ്രമ്മിലൊക്കെ നമ്മൾ അടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ അവിടെ സൗണ്ട് വരും. അങ്ങനെ ആടിനും വരാം, പശുവിനും വരാം, എരുമയ്ക്കും പോത്തിനും മൂരിക്കും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് നോക്കി എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. പിന്നെ എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് വെച്ചാൽ, ഞാൻ പശു നിൽക്കുന്നുണ്ടായിരുന്നു, തൊഴുത്തിൽ നിൽക്കുമായിരുന്നു. ഞാൻ ലൈറ്റിട്ട് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവൾ നിൽക്കുന്ന എനിക്ക് കാണാം, വീട്ടിൽ നിന്നാൽ കാണാം. അവളുടെ നിൽക്കുന്നതിൻ്റെ പൊക്കവശം ഉണ്ടല്ലോ, മുതുകുവശം, അത് വീട്ടിൽ നിന്നാൽ കാണാൻ പറ്റും. വെള്ള പശുവും കൂടി ആകുമ്പോൾ നമുക്ക് ജനലിൽ കൂടെ നോക്കിയാൽ കാണാം. എന്നാൽ ഞാൻ ഓർത്ത് ഇവിടെ എന്നാ നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആ ലൈറ്റ് നിർത്തിയിട്ട് എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കിടന്നോളൂല്ലോ എന്നോർത്ത് ഞാനങ്ങ് പോയി കുളിക്കാൻ കയറി. അത് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ തികഞ്ഞില്ല, അന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പഠിച്ച പാഠം എന്നാന്ന് ചോദിച്ചാൽ, മിക്കവാറും ഞാൻ വന്ന് നോക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറില്ല, എന്നും നോക്കാറില്ല. എന്നാലും നമ്മൾ പശുവിനെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മളൊന്ന് വന്ന് കൂട്ടി നോക്കണം. ലൈറ്റൊക്കെ ഇട്ടൊന്ന് നോക്കണം, ലൈറ്റ് തെളിച്ച് വന്നൊന്ന് നോക്കണം. പശു അയറിക്കൊണ്ടാണോ വെട്ടിക്കൊണ്ടാണോ കിടക്കുന്നത്, അത് നിൽക്കുവാണോ, അതെന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഇത് ചിലപ്പം നിൽക്കുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. അപ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലതിന് ഇങ്ങനെ ഈ കരയുന്ന സ്വഭാവമില്ലാത്ത പശുവാണെങ്കിൽ അതൊരു ലക്ഷണങ്ങളും കാണിക്കുകയില്ല. പെട്ടെന്നാണ് അതിന് ശ്വാസം മുട്ടിയപ്പോൾ അതിങ്ങനെ അലറിക്കരഞ്ഞ്, അന്നേരം മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതിന് മുമ്പ് അറിയുമായിരുന്നെങ്കിൽ നമുക്കൊരു ഡോക്ടറിനെ വിളിക്കാനുള്ള സമയം കിട്ടിയേനേയും അതിനെന്തെങ്കിലും ചികിത്സ ചെയ്യുവാനുള്ള സമയം നമുക്ക് കിട്ടിയേനേയും പശു നഷ്ടപ്പെട്ടു പോവുകയില്ലായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്നാലും ഇനി ഓർത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരാതെ, അതുകൊണ്ട് ഞാനൊരു ജീവിതത്തിലൊരു പാഠം പഠിച്ചു. അതുകൊണ്ട് ആർക്കും ഇങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് എല്ലാവരും നമ്മുടെ പശുക്കളെയും നമ്മുടെ ഉരുക്കളെയൊക്കെ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേനൽക്കാലമാണ്, വയറ് കമ്പനം, ഗ്യാസ് കയറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പിന്നെ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും തീറ്റ കൊടുക്കുമ്പം അതും ചെക്ക് ചെയ്യേണ്ടതാണ്. അത് വയറ്റിൽ പിടിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് ഫോർമേഷനൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് പതിവില്ലാത്ത ഒരു തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാ പുതിയ കെട്ട് വൈക്കോല് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതൊരുപാട് കൊടുത്തുമില്ല, കുറച്ചേ കൊടുത്തുള്ളൂ. എന്നാലും ഞാൻ ഓർത്തു കച്ചിക്കകത്തെ വിഷാംശം എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചത്തത്. അപ്പം നമ്മുടെ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന ആൾക്കാരോട് വിളിച്ച് പറയുകയും ചെയ്തു, നിങ്ങളുടെ പശുവിന് അത് കൊടുത്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, എൻ്റെ പശുവിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളത് കൊണ്ടുവന്നപ്പോൾ തൊട്ടേ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിപ്പോൾ കൊണ്ടുവച്ചിട്ട് 1.5 ആഴ്ചയോളമായി. പക്ഷേ നമുക്ക് പഴയ കെട്ട് കച്ചി ഇരുന്നതുകൊണ്ട് അത് എടുക്കാതിരുന്നതാണ്. അതെടുത്തത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ആണെന്നേ ഉള്ളൂ. വൈകുന്നേരം തന്നെ പശു ചത്തുപോവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മുടെ കച്ചിക്കകത്ത് എന്തെങ്കിലും വിഷാംശം ഉള്ളതുകൊണ്ടായിരിക്കാം പശു ചത്തുപോയതെന്നാണ്. ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിച്ചത്. ആദ്യം സങ്കടം വന്നപ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു, ഇനി ആ കച്ചി ആർക്കും കൊടുക്കണ്ട, പശുവിനും കൊടുക്കണ്ട, മൂരിക്കും കൊടുക്കണ്ട, അതെടുത്ത് കത്തിച്ച് കളഞ്ഞേച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അതിനകത്തുനിന്ന് കുറച്ച് കച്ചി എടുത്തുകൊണ്ട് പോയി നമ്മുടെ മൂരിക്കുട്ടന് കൊടുത്തു. മണിക്കുട്ടന് കൊടുത്തപ്പം അവനത് തിന്നു, അവനൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വിഷാംശമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ കഷ്ടകാലം, അത് പറഞ്ഞേച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പശുക്കളെയൊക്കെ ഈ സമയത്ത് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. കിടക്കാൻ നേരത്തൊന്നും കൂടെ ഒന്ന് പോയി പശു അയവെട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. വയറ് വീർത്താണോ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ടും ഒക്കെ ഒന്ന് കിടന്നുറങ്ങുക. അതേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പിന്നീട് ഏതെങ്കിലും കാലത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനിയും വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള വിശ്വാസത്തോടെ ബൈ.